ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു പുതിയ മോഡലായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഷെവർലെറ്റിൻ്റെ ക്യാമറയുടെ മോഡലാണ്. അതും ട്രാൻസ്ഫോമേഴ്സിൻ്റെ എഡിഷൻ ഉള്ളൊരു മോഡലാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് നേരെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ. ഇതൊരു ട്രാൻസ്ഫോമേഴ്സ് എഡിഷൻ ആണെന്ന് തോന്നുന്നത്. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ലോഗോ കാണാൻ പറ്റും. പിന്നെ ഇത് ലൈസൻസ് പ്രൊഡക്റ്റ് ഒന്നും അല്ല, പക്ഷേ വണ്ടി 100% ഡീറ്റെയിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് റിയൽ ലൈഫിലെ ക്യാമറ ആയിട്ട് 100% എക്സ്റ്റീരിയർ വൈസ് 100% ഡീറ്റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇല്ല, ഫ്രണ്ടിലായിട്ട് നോക്കിയാൽ നമുക്ക് ഷെവർലെറ്റിൻ്റെ ലോഗോ കാണാം. അത് എംബഡൊന്നും അല്ല, ജസ്റ്റ് ഒരു സ്റ്റിക്കർ വർക്ക് പോലെ കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ടെയിലൈറ്റും എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഹുഡ്, ബൂട്ട്, ഡോർസ് എല്ലാം ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ മേളോട്ടാണ്. അപ്പോൾ ഇവിടെ ഡോർ ഹാൻഡിലുണ്ട്, അതിലിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ പൊക്കിയാൽ മതി. സിമ്പിളായിട്ട് ഇത് ഓപ്പൺ ആയി വരും. ഡോറിലാണെങ്കിലും അത്യാവശ്യം ഈ സൈഡിലൊക്കെ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സാധാരണ വണ്ടിയുടെ ഇവിടെ ഒരു മെറ്റൽ സാധനമൊക്കെയാണ് വരുന്നത്. ഈ മെറ്റൽ മാത്രമേ കാണത്തുള്ളൂ. ഈ ഒരു ഡോറിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും കാണില്ല. അതുപോലെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു 90% അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡിലൊക്കെ ഒരു തിളങ്ങുന്നുണ്ട്. ഒരു ഗ്ലാസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് ഡിസ്പ്ലേയും നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ ഒക്കെ അവിടെ ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബൂട്ടും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഉണ്ടോ, ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ആകെ കുറച്ചൊരു ടാസ്ക് ഉള്ളത് ഇതാ ഈ ഒരു ഐറ്റം, ഈ ബോണറ്റ് ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ അതിന് നമുക്ക് സക്കറ്റ് ടൂൾ വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. മാറ്റ് ഫിനിഷാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സിമ്മൊക്കെ ഇജക്റ്റ് ചെയ്യുന്ന ഈ ടൂൾ വെച്ചിട്ടാണ് ഞാനത് ഓപ്പൺ ചെയ്യുന്നത്. ചില സമയത്ത് ഇത് പാടാണ്, ചില സമയത്ത് പെട്ടെന്ന് ഓപ്പണായി വരും. സോ അത് പെട്ടെന്ന് ഓപ്പണായി വന്നിട്ടുണ്ട്. എൻജിൻ ബേ ആണെങ്കിലും ഒരു മീഡിയം ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതുപോലെ ഇതിൻ്റെ ഹെഡ്ലൈറ്റും ടെയിലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഒരു സൗണ്ടും കേൾക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഈ വീലിലും ഹുഡോട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതെങ്ങനെ പ്രസ് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റും ബേൺ ചെയ്യുന്നതാണ്. അതുപോലെ ടെയിലൈറ്റും ബേൺ ചെയ്യും. ഈ ഒരു സെറ്റപ്പ് എല്ലാം ഒരു 1/24 സ്കെയിലും വരുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ 1/24 സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ബ്രാൻഡിനെ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കിട്ടും, അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗിലും കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ കുറേ വണ്ടിയുടെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്ന ഈ നമ്പർ CZ147 എന്നുള്ളതൊക്കെ ഇതിൻ്റെ കോഡാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് പരിചയമുള്ള കടകളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു കോഡ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡൈകാസ്റ്റ് മാത്രം വിൽക്കുന്ന കടയിൽ ചെന്ന് ഈ ഒരു കോഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇതുപോലത്തെ കാറൊക്കെ നിങ്ങൾക്ക് എടുത്ത് തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാർ സെറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറുണ്ട്, അതാണ് ഞാൻ അടുത്തായിട്ട് അൺബോക്സ് ചെയ്യുന്ന ഏതെങ്കിലും കാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ കാറുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. വണ്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ കീപ് സപ്പോർട്ടിങ് മീ. ഓക്കെ, താങ്ക് യു.